بسم الله الرحمن الرحيم. أن تقول نفس يا حسرة على ما فرطت في جنب الله وإن كنت لمن الساخرين أو تقول لو أن الله هداني لكنت من المتقين أو تقول حين ترى العذاب لو أن لي كرة فأكون من المحسنين. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1609 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 39-ാമത്തെ അധ്യായമായ സൂറത്ത് സുമറിലെ 56 മുതൽ 58 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൻ തഖൂല നഫ്സുൻ യാ ഹസ്റത അലാ മാ ഫറത്തു ഫീ ജംബില്ലാഹ് വഇൻ കുൻതു ലമിനസ് സാഖിരീൻ أو تقول لو أن الله هداني لكنت من المتقين أو تقول حين ترى العذاب لو أن لي كرة فأكون من المحسنين. صدق الله العلي العظيم. സൂറത്ത് സുമറിലെ 56 മുതൽ 58 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 1-2 ദിവസങ്ങളായി നമ്മൾ പഠന വിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന ആയത്തുകളുടെ തുടർച്ചയായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ആയത്തുകളുടെ ആശയപരമായ അതിന്റെ ഫലം. قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم എന്ന് തുടങ്ങിയിട്ടുള്ള ആയത്തുകൾ. അതില് അള്ളാഹുവിലേക്ക് മടങ്ങുവാൻ പാപങ്ങളൊക്കെയും ഏറെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ പോലും അള്ളാഹുവിന്റെ കാരുണ്യത്തില് നിരാശയുള്ളവരാവാതെ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്നവരാകാൻ അള്ളാഹു തന്റെ ദാസന്മാരെ ഉത്ബോധിപ്പിക്കുന്നതാണ് ഈ ആയത്തിൽ നമ്മൾ കാണുകയുണ്ടായത്. ശരിയായ വിധത്തിൽ തൗബ ചെയ്യുന്നുവെങ്കിൽ, പശ്ചാത്തപിക്കുന്നുവെങ്കിൽ, ജീവിത രീതി അള്ളാഹുവിന് തൃപ്തിപ്പെട്ട വിധത്തിലാക്കി മാറ്റുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹു പുറത്തു കൊടുക്കും. അള്ളാഹു പാപങ്ങളിൽ മുഴുകിപ്പോയ ആളുകൾക്ക് പോലും ഒരു മോക്ഷത്തിന്റെ കവാടം തുറന്നു വെച്ചിട്ടുണ്ട് എന്ന കാര്യമാണ് അവിടെ വ്യക്തമാക്കപ്പെടുകയുണ്ടായത്. അള്ളാഹുവിലേക്ക് തിരിയുക, അവനെ അനുസരിക്കുക, ശിക്ഷ കൺമുന്നിൽ എത്തുന്നതിന് മുമ്പായിട്ട്. അങ്ങനെ ശിക്ഷയുടെ നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ സഹായത്തിന് യാതൊരു വഴിയും ഉണ്ടാവുകയില്ല. അവര് യാതൊരു വിധത്തിലുള്ള സഹായവും ലഭിക്കുന്നവരാവുകയില്ല എന്നാണ് അള്ളാഹു വ്യക്തമാക്കുകയുണ്ടായത്. വഅനീബു ഇലാ റബ്ബിക്കും വഅസ്ലിമൂ ലഹു മിൻ ഖബ്ലി അൻ യഅതിയകുമുൽ അദാബു സുമ്മ ലാ തുൻസറൂൻ. പിന്നീട് ശിക്ഷ നിങ്ങളുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കൊരു സഹായവും ലഭിക്കുന്നതല്ല, നിങ്ങൾ സഹായിക്കപ്പെടുന്നതല്ല എന്നാണ് അവിടെ വ്യക്തമാക്കപ്പെട്ടത്. വത്തബിഉ അഹ്സന മാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും.
നിങ്ങളുടെ റബ്ബിൽ നിന്നായി നിങ്ങൾക്കായി അവതരിപ്പിക്കപ്പെട്ട ഈ വേദഗ്രന്ഥത്തിലെ നന്മകൾ, അതില് നിങ്ങൾക്കായി അള്ളാഹു വ്യക്തമാക്കി തന്നിട്ടുള്ള ഇഹ്സാൻ, അത് നിങ്ങൾ അനുധാവനം ചെയ്തുകൊണ്ടിരിക്കുക. മിൻ ഖബ്ലി അൻ യഅതിയകുമുൽ അദാബു ബഗ്തതൻ, വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള പെടുന്നനെയുള്ള ശിക്ഷ നിങ്ങളെ പിടികൂടുന്നതിന് മുമ്പായിട്ട് വേണം നിങ്ങൾ ഈ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ. വഅൻതും ലാ തശഊറൂൻ, നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നനച്ചിരിക്കാതെ ആണ് ആ പെടുന്നനെയുള്ള ശിക്ഷ നിങ്ങളെ പിടികൂടുക. അത് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പശ്ചാത്തപിക്കാനും അള്ളാഹുവിലേക്ക് മടങ്ങാനും അള്ളാഹുവിനെ അനുസരിക്കുന്നവരായി മാറുവാനും ഒന്നും അവസരം അവശേഷിക്കുകയില്ല. ഇതാണ് ഇവിടെ നൽകപ്പെട്ടിരിക്കുന്ന ഒരു താക്കീത് അല്ലെങ്കിൽ ഒരു ഉത്ബോധനം. അതിനെ തുടർന്ന് അങ്ങനെ പെടുന്നനെയുള്ള ശിക്ഷ നിങ്ങൾ കാത്തിരിക്കാതെ നനച്ചിരിക്കാതെ തീർത്തും അപ്രതീക്ഷിതമായിട്ട് അങ്ങനെയുള്ള ശിക്ഷ വന്നാൽ, അത് നിങ്ങളെ പിടികൂടിയാൽ സ്വാഭാവികമായും നിങ്ങളിൽ നിന്നുണ്ടാകാനിടയുള്ള പ്രതികരണങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ആയത്തുകളിലായിട്ട് അള്ളാഹു വിവരിക്കുന്നത്. അതിനാല് തീർത്തും അപ്രതീക്ഷിതമായ ഒരു സമയത്ത് വളരെ പെടുന്നനെയായി അള്ളാഹുവിന്റെ ശിക്ഷ വന്നു ചേരുന്നത് കാത്തു നിൽക്കണ്ട. അതിന് അത്രയും നിങ്ങൾ വൈകണ്ട. അങ്ങനെ വൈകിയാൽ നിങ്ങൾക്കൊരു തിരുത്തലിന് അവസരം ഇല്ലാതെയാവും. അള്ളാഹുലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുവാനും അവന് തൃപ്തിപ്പെട്ട ആളുകളായി മാറുവാനും നിങ്ങൾക്കുള്ള അവസരം പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്ന വിധത്തില് ശിക്ഷ വളരെ പെടുന്നനെ നിങ്ങളെ പിടികൂടുകയാണെങ്കിൽ, അങ്ങനെ ഒരു സംഗതി സംജാതമാവുകയാണെങ്കിൽ നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും എന്നാണ് ഞാൻ ഇന്ന് നിങ്ങളെ കേൾപ്പിച്ച ആയത്തുകളിലായിട്ട് അള്ളാഹു വിശദമാക്കുന്നത്. 2-3 സ്വഭാവത്തിലുള്ള പ്രതികരണങ്ങൾ അള്ളാഹു ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. നമുക്കത് വിശദമായിട്ട് മനസ്സിലാക്കാം. ഒന്ന് ഇതാണ്, അൻ തഖൂല നഫ്സുൻ, ഒരാളും പറയാനിടയാവരുത്. അതിനു വേണ്ടിയാണ് നേരത്തെ മുൻകൂട്ടി കരുതിക്കൊണ്ട് നിങ്ങൾ തെറ്റുകൾ തിരുത്തി അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടതിന്റെ ആവശ്യം എന്താണ്? ഇങ്ങനെ നിങ്ങൾ പറയാതിരിക്കാൻ വേണ്ടിയാണ്. ശിക്ഷ വളരെ പെടുന്നനെ അള്ളാഹു നിങ്ങളുടെ നേരെ തിരിച്ചു വിടുമ്പോ നിങ്ങൾ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ ഒരാളും ഇങ്ങനെ പറയുന്ന അവസ്ഥ ഉണ്ടാവരുത്. അതിനു വേണ്ടിയാണ് അൻ തഖൂല നഫ്സുൻ. ഒരാൾ, ഈ അറബി ഭാഷയിൽ ഈ എക്സ്പ്രഷന് 2 സാധ്യതയുണ്ട്. ഒരേ സമയത്ത് അത് പറയുവാൻ വേണ്ടി അല്ലെങ്കിൽ പറയാതിരിക്കാൻ വേണ്ടി രണ്ടും അർത്ഥം സജസ്റ്റ് ചെയ്യുന്ന ഒരു പ്രത്യേകതയുള്ള ഒരു എക്സ്പ്രഷൻ ആണിത്. അൻ തഖൂല എന്ന് പറയുന്നത് അഫർമേറ്റീവ് ആവുന്ന പോലെ തന്നെ നെഗറ്റീവും ആവും. അത് ഓരോ കോണ്ടെക്സ്റ്റ് അനുസരിച്ചാണ്. അപ്പൊ ഇവിടെ ഒരിക്കലും തന്നെ നിങ്ങൾ അത് പറയാൻ വേണ്ടി എന്ന് വരില്ല അർത്ഥം. അതിന്റെ ആശയം മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ അങ്ങനെ പറയുന്ന ഒരവസ്ഥ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി എന്നാണ് അതിന്റെ സൂചന എന്ന് കാണാൻ കഴിയും. അൻ തഖൂല നഫ്സുൻ യാ ഹസ്റത, കഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ കാര്യം പറയാതിരിക്കാൻ വേണ്ടിയാണ്. അലാമ ഫറത്തു ഫീ ജംബില്ലാ, അള്ളാഹുവിന്റെ കാര്യത്തിൽ, അള്ളാഹുവിനോടുള്ള ബാധ്യത നിർവഹിക്കുന്ന കാര്യത്തില് ഞാൻ എന്തെല്ലാം വീഴ്ച വരുത്തിപ്പോയി എന്ന ഒരു വിളി, എന്ന ഒരു ഖേദം പ്രകടിപ്പിക്കൽ നിങ്ങളുടെ ഭാഗത്തു നിന്ന് പിന്നീട് ഉണ്ടാവാൻ ഇടയാവാതിരിക്കാനാണ് ഈ താക്കീത് നൽകുന്നത്. നിങ്ങളോട് കാലേക്കൂട്ടി തന്നെ പശ്ചാത്തപിച്ച് മടങ്ങാൻ വേണ്ടി അള്ളാഹു ആവശ്യപ്പെടുന്നത്. അൻ തഖൂല നഫ്സുൻ യാ ഹസ്റത അലാ മാ ഫറത്തു ഫീ ജംബില്ലാ. യാ ഹസ്റത എന്ന് പറഞ്ഞാൽ അതൊരു ആശ്ചര്യം അല്ലെങ്കിൽ ഒരു കടുത്ത, മലയാളത്തിൽ ചിലപ്പോൾ നെടുങ്കേദം എന്നൊക്കെ പറയും. അങ്ങനെയുള്ള വല്ലാത്തൊരു ഖേദം പ്രകടിപ്പിക്കുന്ന ഒരു പ്രയോഗമാണ് യാ ഹസ്റത. അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മലയാളം പദം കണ്ടോളണമെന്നില്ല.
പലപ്പോഴും നമ്മൾ കഷ്ടം എന്നൊക്കെ പറയുന്നുണ്ടാവും. അത് എത്രത്തോളം ചേർച്ചയുള്ളതാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി ഉൾക്കൊള്ളുകയാണ് വേണ്ടത്. യാ ഹസ്രത, കഷ്ടം, അലാമാ ഫറത്തു ഫീ ജംബില്ലാ, അള്ളാഹുവിനോടുള്ള ബാധ്യതാ നിർവഹണത്തില്, അള്ളാഹുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യത്തില് ഞാൻ എത്ര നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്നാണ് ഈ പദങ്ങൾ നൽകുന്ന അർത്ഥം. ഫറത്തു എന്ന് പറഞ്ഞാൽ ഞാൻ വീഴ്ച വരുത്തി, നഷ്ടപ്പെടുത്തി, അവസരം കളഞ്ഞു കുളിച്ചു എന്നൊക്കെയാണ്. അപ്പൊ അള്ളാഹുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവനോടുള്ള ബാധ്യത നിർവഹിക്കുന്ന കാര്യത്തില് അവന് നൽകേണ്ട അനുസരണം അതേ വിധത്തില് നൽകുന്നതിലും ഒക്കെ തന്നെ ഞാൻ എത്രത്തോളം വീഴ്ച വരുത്തി കളഞ്ഞു. ഇത് പെട്ടെന്നൊരു ഷോക്കായിട്ട് അയാൾ തിരിച്ചറിയണം. അള്ളാഹുവിന്റെ നടപടി വന്നു കഴിഞ്ഞ ആ രംഗത്ത്, ആ ഘട്ടത്തില് അത് അയാൾക്കൊരു വലിയ ഷോക്കാവുകയാണ്. കാരണം ഇങ്ങനെ അള്ളാഹുവുമായുള്ള ബാധ്യതാ നിർവഹണത്തില് വീഴ്ചകൾ മാത്രം വരുത്തിയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായും പ്രതീക്ഷ നഷ്ടപ്പെടുകയാണ്. ആ നെടുങ്കേദത്തിലാണ് അയാള് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. അങ്ങനെ പറഞ്ഞു പോകുന്ന ഒരു അവസരം നിങ്ങൾക്കുണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയാണ് അള്ളാഹു ഈ താക്കീത് നൽകുന്നത്. മുൻകൂട്ടി നിങ്ങൾ പശ്ചാത്തപിച്ച് മടങ്ങുവാനും ജീവിതം അള്ളാഹുവിന് തൃപ്തിപ്പെട്ട വിധത്തിലാക്കി മാറ്റുവാനും ഒക്കെയായി അള്ളാഹു നിർദ്ദേശിക്കുന്നത്. അൻ തഖൂല നഫ്സുൻ, ഒരാളും പറയാതിരിക്കാൻ വേണ്ടിയാണ് ഈ പറച്ചിലുണ്ടല്ലോ. യാ ഹസ്രത അലാ മാ ഫറത്തു ഫീ ജംബില്ലാ എന്ന് ഒരാളും പറയേണ്ടി വരാൻ പാടില്ല. വഇൻ കുന്തു ലമിന സാഖിരീൻ, ഒരു തിരിച്ചറിവോടുകൂടി അയാള് തുടർന്ന് പറയുന്നത് ഇങ്ങനെയാവും, ഞാൻ ഇതിനെയൊക്കെ പുച്ഛിച്ച് തള്ളുന്നവനായിരുന്നല്ലോ. വഇൻ കുന്തു, ഞാനായിരുന്നു, ലമിന സാഖിരീൻ, ഇതിനെയൊക്കെ പരിഹസിക്കുന്ന, പുച്ഛിക്കുന്ന ഒരാളായിരുന്നല്ലോ. അള്ളാഹു, പ്രവാചകൻ, പാരത്രിക ജീവിതം, വേദഗ്രന്ഥം, അങ്ങനെയുള്ള സംഗതികളെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ തദ്കിറത്ത് നടത്തിക്കൊണ്ടിരുന്നപ്പോ അതിനെയൊക്കെ പുച്ഛിച്ച് പരിഹസിച്ച് തള്ളുകയായിരുന്നല്ലോ ഞാൻ എന്ന ഒരു കാര്യം അയാള് ഈ ശിക്ഷ കൺമുന്നിൽ എത്തിയ നേരത്ത് പെടുന്നനെ തിരിച്ചറിയുകയാണ്. അതല്ലെങ്കിൽ ഇനി മറ്റൊരു നിലക്ക് പറയാം, ഔ തഖൂല, അല്ലെങ്കിൽ നിങ്ങൾ പറയാൻ ഇടയാവാതിരിക്കാൻ, ലൗ അന്നല്ലാഹ ഹദാനി ലകുന്തു മിനൽ മുത്തഖീൻ. ഇതും ഒരു ഖേദത്തിന്റെ, ഒരു സങ്കടം പറച്ചിലിന്റെ ഒരു കാര്യമാണ്. പറയുന്ന കാര്യം, ലൗ അന്നല്ലാഹ ഹദാനി, അള്ളാഹു എനിക്ക് ഹിദായത്ത് തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ, ലകുന്തു മിനൽ മുത്തഖീൻ, ഞാൻ ദൈവഭക്തിയുള്ള, സൂക്ഷ്മതയുള്ള ആളുകളുടെ കൂട്ടത്തിൽ പെടുമായിരുന്നു. ഇതൊരു സങ്കടം പറച്ചിലാണ്. അള്ളാഹു എനിക്ക് ഹിദായത്ത് തന്നിരുന്നുവെങ്കിൽ ഞാനും മുത്തഖികളിൽ പെടുമായിരുന്നു എന്ന ഒരു പറച്ചില്. അത് അള്ളാഹു ഹിദായത്ത് തന്നില്ല എന്നത് ശരി തന്നെ. പക്ഷെ അള്ളാഹു ഹിദായത്ത് തരാതിരിക്കാൻ ഞാൻ തന്നെയായിരുന്നു കാരണം എന്ന സംഗതി ഇയാൾ പറയാതിരിക്കുകയാണ്. അങ്ങനെയാണല്ലോ, നമ്മുടെ ഭാഗത്ത് വലിയൊരു അബദ്ധം സംഭവിക്കുന്നു, നമ്മൾക്ക് പരാജയം ഉണ്ടാവുന്നു. അപ്പം അതില് നമ്മളുടെ പങ്ക് നമ്മൾ ചുരുക്കി കണ്ട് ബാക്കിയുള്ളവരുടെ റോള് കൂടുതലായിട്ട് കാണുന്ന ഒരു പ്രവണത മനുഷ്യനുണ്ട്. ഇവിടെ യഥാർത്ഥത്തിൽ അള്ളാഹു എനിക്ക് ഹിദായത്ത് തന്നിരുന്നെങ്കിൽ ഞാൻ മുത്തഖികളിൽ പെടുമായിരുന്നു എന്ന പറച്ചില് യഥാർത്ഥത്തിൽ അള്ളാഹു എനിക്ക് ഹിദായത്ത് തരാതിരിക്കാൻ എല്ലാ കാരണവും, എല്ലാ ന്യായവും തികഞ്ഞ വിധത്തിലായിരുന്നു എന്റെ ജീവിതം, എന്റെ നിലപാട് എന്ന കാര്യം ഇയാൾ ഇവിടെ പറയാതിരിക്കുകയാണ്. എന്നിട്ട് അള്ളാഹു എനിക്ക് ഹിദായത്ത് തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ മുത്തഖികളിൽ പെടുമായിരുന്നല്ലോ എന്നൊക്കെയുള്ള വിധത്തില് ഒരു സംസാരം നടത്തേണ്ടി വരികയാണ്. ഇത് ശിക്ഷയെ കൺമുന്നിൽ കാണുന്ന ഘട്ടത്തില് ആളുകള് ഒരു നെടുങ്കേദത്തില് നടത്തി പോകുന്ന 2-3 വ്യത്യസ്തമായ പ്രതികരണങ്ങളാണ്. അതിൽ ആദ്യത്തേത് നമ്മൾ നേരത്തെ വായിച്ചു. രണ്ടാമത്തേതാണ് ഈ പറയുന്നത്, ലൗ അന്നല്ലാഹ ഹദാനി,
അള്ളാഹു എനിക്ക് ഹിദായത്ത് തന്നിരുന്നുവെങ്കിൽ ലകുന്തു മിനൽ മുത്തഖീൻ, ഞാൻ സൂക്ഷ്മതയുള്ള, ദൈവഭക്തിയുള്ള, ശ്രദ്ധയും കരുതലുമുള്ള മുത്തഖികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുമായിരുന്നു എന്നതാണ് ആ പറച്ചിൽ. ഇപ്പൊ ഞാൻ ഉൾപ്പെട്ടിട്ടില്ല. അതിന് കാരണമാകുന്ന വിധത്തില് അള്ളാഹു എനിക്ക് ഹിദായത്ത് തന്നിട്ടില്ല. ഇനി ഹിദായത്ത് തരാതിരിക്കാൻ ന്യായമായ കാരണങ്ങൾ എന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുമുണ്ട്. ഇതാണ് വസ്തുത. ഇതാണ് ഇവിടെ ഇയാളുടെ സങ്കടം പറച്ചില് തെളിഞ്ഞു വരുന്ന കാര്യം. ഔ തഖൂല, ഇനി അതല്ലെങ്കിൽ നീ പറഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയാണ്. ഹീന തറൽ അദാബ, ശിക്ഷ നീ കൺമുന്നിൽ കാണുമ്പോ, ശിക്ഷ പിടികൂടുന്ന കാര്യം, പിടികൂടുന്ന സംഗതി ദൃശ്യതയുള്ളതായി മാറിയിരിക്കുകയാണ്, നീ കാണുകയാണ്. ആ സന്ദർഭത്തില് ലൗ അന്ന ലീ കറതൻ ഫഅകൂന മിനൽ മുഹ്സിനീൻ എന്ന് നീ പറഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയാണ് ഈ താക്കീത്. പറയുന്ന കാര്യം എന്താ? മൂന്നാമത്തെ സങ്കടം പറച്ചിൽ ഇങ്ങനെയാണ്. ലൗ അന്ന ലീ കറതൻ, എനിക്ക് ഒരു അവസരം കൂടി കിട്ടിയിരുന്നെങ്കിൽ, ഒരവസരം കിട്ടിയത് ഞാൻ പാഴാക്കി പോയി, അത് എനിക്ക് പ്രയോജനം ചെയ്തില്ല. അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കി സ്വർഗം ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ പെടാൻ എനിക്ക് പറ്റിയില്ല, അത് നഷ്ടമായി പോയി. അള്ളാഹു എനിക്ക് ഹിദായത്ത് തന്നില്ല, ഞാൻ അതിന് അർഹനായില്ല, അതുകൊണ്ട് ഞാൻ മുത്തഖികളിൽ പെട്ടില്ല, വിജയിച്ചുമില്ല. ഇതാണ് ഒന്നാമത് അള്ളാഹു തന്ന അവസരത്തിൽ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇയാള് നടക്കുകയില്ലെങ്കിൽ പോലും, സംഭവ്യമല്ലെങ്കിൽ പോലും കൊതിച്ചു പോവുകയാണ്. ലൗ അന്നലി കറതൻ, എനിക്ക് ഒരവസരം കൂടി, ഒരു ചാൻസ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഫഅകൂന മിനൽ മുഹ്സിനീൻ, ഞാൻ സുഹൃതവാന്മാരിൽ, ഇഹ്സാൻ ചെയ്യുന്നവരിൽ ഉൾപ്പെടുമായിരുന്നു എന്നാണ് ഇയാൾ വലിയ സങ്കടത്തിൽ പറയുന്നത്. അപ്പൊ ഇങ്ങനെ പറയാൻ സാഹചര്യം ഉണ്ടാവരുത്. അള്ളാഹുവിന്റെ ശിക്ഷ നിങ്ങളെ പിടികൂടുന്ന ആ സന്ദർഭം വന്നു ചേരുമ്പോൾ ഈ മൂന്ന് വ്യത്യസ്തമായ വിധത്തിലുള്ള സങ്കടം പറച്ചില് നിങ്ങളിൽ നിന്ന് ഉണ്ടാവാതെ ഇരിക്കുന്നതിന് വേണ്ടിയാണ് ഈ കാര്യം നേരത്തെ നിങ്ങളെ അറിയിക്കുന്നതും ഇവിടെ നൽകപ്പെട്ടിരിക്കുന്ന താക്കീതുകളൊക്കെയും നിങ്ങൾക്ക് നൽകപ്പെടുന്നതും ഒക്കെ. അപ്പോ മൂന്ന് വിധത്തിലുള്ള സങ്കടം പറച്ചിലാണ് നമ്മൾ ഇവിടെ കാണുകയുണ്ടായത്. ഒന്നാമത്തേത് യാ ഹസ്രത അലാ മാ ഫറത്തു ഫീ ജംബില്ലാഹ് വഇൻ കുന്തു ലമിനൽ സാഖിരീൻ എന്നാണ് പറഞ്ഞത്. കഷ്ടം, ഞാൻ അള്ളാഹുവിനോടുള്ള ബാധ്യതയൊക്കെ ഇങ്ങനെ നിർവഹിക്കാതെ അതിലേക്ക് വീഴ്ച വരുത്തുകയായിരുന്നല്ലോ. മാത്രവുമല്ല ഞാൻ ഈ കാര്യങ്ങളൊക്കെയും തന്നെ പരിഹസിക്കുകയായിരുന്നല്ലോ, അതിനെ പുച്ഛിച്ച് തള്ളുകയായിരുന്നല്ലോ ചെയ്തത് എന്ന ഒരു തിരിച്ചറിവാണ് ഒന്നാമതായി പ്രകടിപ്പിക്കുന്നത്. രണ്ടാമത്, അള്ളാഹു എനിക്ക് ഹിദായത്ത് തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും മുത്തഖികളിൽ പെടുമായിരുന്നു എന്ന ഒരു സംസാരം, അതും സങ്കടം തന്നെയാണ് പ്രകടിപ്പിക്കുന്നത്. അള്ളാഹു ഹിദായത്ത് തന്നിട്ടില്ല, ഞാൻ മുത്തഖികളിൽ അകപ്പെട്ടിട്ടുമില്ല, അതിനുള്ള ന്യായം എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നത് ഇയാളിവിടെ പറയുന്നില്ല എന്നേ ഉള്ളൂ. ഖുർആൻ അതിന്റെ തുടക്കം മുതൽ അവസാനം വരെ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു ചിലർക്ക് ഹിദായത്ത് നൽകാതിരിക്കുന്നതിന് കാരണം എന്താണെന്നുള്ളത് നമുക്ക് അള്ളാഹു തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് കാണാൻ കഴിയും. അത് ഓരോരുത്തരുടെയും അർഹത അനുസരിച്ചാണ്, ഓരോരുത്തരുടെയും നിലപാടനുസരിച്ചാണ് അത് ഹിദായത്ത് ലഭിക്കാനുള്ള അർഹതയുള്ളവരായി മാറുന്നത്, ഹിദായത്ത് ലഭിക്കാതിരിക്കുന്നതിന് കാരണമാവുന്നതും ഒക്കെ തന്നെ. അതിന് അള്ളാഹു അല്ല ഉത്തരവാദി, ഓരോരുത്തരും തന്നെയാണ് ഉത്തരവാദി. അള്ളാഹുവിന്റെ ഈ സന്ദേശവുമായിട്ട് പ്രവാചകന്മാർ കടന്നു വന്നപ്പോൾ, അല്ലെങ്കിൽ പ്രവാചകന്മാരുടെ കാലശേഷം അവരെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് സത്യപ്രബോധകര് ഓരോരുത്തരെയും കാര്യങ്ങൾ കേൾപ്പിക്കുന്ന അവസരം ഉണ്ടായപ്പോൾ, അല്ലെങ്കിൽ അവരിലേക്ക് സത്യം എത്തുന്ന സന്ദർഭം ഒത്തുവന്നപ്പോ അതിനോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു നിലപാടാണ് ഒരാൾ സ്വീകരിക്കുന്നതെങ്കിൽ
അയാള് ഹിദായത്തിനുള്ള അർഹത ഇല്ലാത്ത ആളായി മാറുന്നു എന്നതാണ് വസ്തുത. അപ്പോ സത്യം മുന്നിലെത്തുമ്പോ ഏതെങ്കിലും വഴിയില് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മനുഷ്യഭാഗതയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ അവസരം ഉണ്ടാവുമ്പോൾ നമ്മൾ അതിനെ മൂടി വെക്കുകയും സത്യത്തിന് സാക്ഷിയാവാൻ കൂട്ടാക്കാതിരിക്കുകയുമാണ് ചെയ്യുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ദൈവിക മാർഗദർശനത്തിന് അർഹതയില്ലാത്തവരായി മാറുന്നു എന്നതാണ് വസ്തുത. ഇനി മൂന്നാമത്തെ ഒരു സങ്കടം പറച്ചില് ഔ തഖൂല ഹീന തറൽ അദാബ്, ശിക്ഷ നീ കാണാനിടയാകുമ്പോ ഇങ്ങനെ പറയുക, ലൗ അന്ന ലീ കറത്തൻ, എനിക്കൊരു അവസരം കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഫഅകൂന മിനൽ മുഹ്സിനീൻ, ഞാൻ മുഹ്സിനുകളിൽ, ഇഹ്സാൻ ചെയ്യുന്നവരിൽ, സുഹൃതം ചെയ്യുന്നവരിൽ ഉൾപ്പെടുമായിരുന്നു, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ മുഹ്സിനായി മാറുമായിരുന്നു എന്ന പറച്ചിൽ. അതിനൊന്നും ഇനി അവസരമില്ല, അതൊക്കെ കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞ് അതിന്റെ ഭവിഷ്യത്ത് എന്നുള്ള നിലക്ക് ശിക്ഷ പിടികൂടാനിരിക്കുമ്പോഴാണ് ഈ തിരിച്ചറിവും ഈ ഏറ്റുപറച്ചിലും ഒക്കെ ഉണ്ടാവുന്നത് എന്നതാണ് ഇവിടെ അള്ളാഹു ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. 3 വ്യത്യസ്തമായ പ്രതികരണങ്ങൾ, 3 വ്യത്യസ്തമായ അളവിലുള്ള സങ്കടമാണ് ഈ ആള് പ്രകടിപ്പിക്കുന്നത് എന്നതാണ് ഈ വിവരണത്തിന് ശ്രദ്ധേയമാക്കുന്ന ഒരു കാര്യം. അപ്പോ സൂറത്ത് സുമറിലെ 56 മുതൽ 58 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കിയിട്ടുള്ളത്. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.